പ്രിയമുള്ളവരെ, പ്രതിഭ നിറഞ്ഞ പ്രവൃത്തികളിലൂടെ സർവ്വജനങ്ങളുടെ മനസ്സിൽ വിസ്മയം സൃഷ്ടിക്കുന്ന കുറെ മഹത്തുക്കൾ, അവരെയാണ് വ്യക്തികൾ വിസ്മയങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കൂടുതലായി പരിചയപ്പെടുന്നത്. എല്ലാവർക്കും സുപരിചിതർ തന്നെയാണ്. എങ്കിലും കൂടുതലായി അവരെക്കുറിച്ചൊന്ന് അറിയുക, അവരുടെ കുടുംബകാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യുക, നമ്മളുമായി ഒരു അച്ഛനെ പോലെ, സഹോദരനെ പോലെ, അല്ലെങ്കിൽ ഒരു മാതുലിനെ പോലെ കൂടുതലായ ഒരു ആത്മബന്ധത്തിലേക്ക് അവരുമായി എത്തിച്ചേരുക, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേരുന്നത് സമാനതകളില്ലാത്ത ഒരു കലാകാരനാണ്. അദ്വിതീയൻ എന്ന വിശേഷണം പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. രംഗപടത്തിന്റെ മഹാശില്പി ശ്രീ ആർട്ടിസ്റ്റ് സുജാതൻ. ചേട്ടാ നമസ്കാരം. യാതൊരുവിധമായ പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ല. യാതൊരുവിധമായ പ്രത്യേകമായ വ്യക്തി ആരാണ്, വ്യക്തി എന്ത് ചെയ്യുന്നു, ഏത് നിലകളിൽ പ്രസിദ്ധനായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും വളരെ വിനീതമായി ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ആർട്ടിസ്റ്റ് സുജാതൻ കേരളം എന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഒരു കത്തയച്ചാലും അത് തിരുവാതിക്കലെ ഈ വീട്ടിലെത്തും. അങ്ങനെ ഉണ്ടായ ജീവിതത്തിലെ ആ ഒരു ഭാഗ്യത്തെക്കുറിച്ച് അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു പ്രസിദ്ധി? അതെ, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാരണം, ഈ കലാരംഗത്തല്ലാതെ പ്രത്യേകിച്ച് ഈ രംഗപടത്തിന്റെ ഈ മേഖലയിലായതുകൊണ്ട് മറ്റേത് ജോലിയേക്കാളും ഗവൺമെന്റ് ഉദ്യോഗമായാലും നമ്മൾ ഏത് വലിയ പൊസിഷനിലായാലും കിട്ടുന്നതിനേക്കാൾ ഒരു വലിയ അംഗീകാരം ജനങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന ഞാൻ ഈ കല ചെയ്യുന്നതുകൊണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിലെ ഈ പ്രൊഫഷണൽ നാടകവേദി വളരെ സജീവമായിട്ടിരുന്ന അതിന്റെ ഒരു സമ്പന്ന കാലം മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഉത്സവ വേദികളിലും ഫൈനാൻസ് സൊസൈറ്റി വേദികളിലൊക്കെ ആയാലും എനിക്ക് തോന്നുന്നു ഒരു ശിവരാത്രി ദിവസം ഒരു 200-300 അടുത്ത് വേദികളിൽ ഈ പേരിങ്ങനെ അനൗൺസ് ചെയ്യും. അപ്പൊ അത് ഒരു കേരളത്തിലെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഈ പേര് സുപരിചിതമാകുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ ഏത് ജില്ലയിൽ കൂടെ യാത്ര ചെയ്താലും ഒരു പേര് പറയുമ്പോൾ ആളിനെ അറിയില്ല, പക്ഷെ പേര് പറയുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവം, ഒരു വല്ലാത്ത ഒരു സന്തോഷവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംശയം, ഇപ്പം ഈ പഴയ കാലത്തെ ആൾക്കാർ മക്കൾക്ക് ജനന സമയത്ത് 28 കൂടിയാണ് ഈ പേരിടുന്നത്. അപ്പൊ ഒരിക്കലും അസൂയയില്ലാത്തവൾക്ക് അനസൂയ എന്ന് പേരിട്ടു, പ്രിയം മാത്രം പറയുന്നവൾക്ക് പ്രിയംവതി എന്ന് പേരിട്ടു. അപ്പോൾ ശുഭദായകമായ സർവ്വവിധ വിജയങ്ങളും ജീവിതത്തിൽ നേടാനായി ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് സുജാതൻ എന്ന അച്ഛൻ പേരിട്ടത്. ലോകം കണ്ട മഹാപ്രതിഭകളിൽ ഒരാളായ ആർട്ടിസ്റ്റ് കേശവൻ എന്ന അച്ഛൻ അങ്ങനെ ഒരു പേരിട്ടതിലെ ആ ദീർഘവീക്ഷണത്തെ അങ്ങിപ്പോ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ ആദ്യം എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു വലിയ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഈ സുജാതൻ എന്ന് കേട്ടിട്ടില്ല, സുജാത എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു പെണ്ണിന്റെ പേരാണല്ലോ എനിക്ക് ഇട്ടത്. ഈ കൂട്ടുകാരിങ്ങനെ കളിയാക്കല്ലോ എന്നൊക്കെ ഞാനൊരു പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഏതൊരു ഒരു ശ്രീബുദ്ധന്റെ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ട് പാഠഭാഗത്ത് ഇദ്ദേഹം ചെന്നിട്ട് അതിന്റെ വിഷയമൊക്കെ ചെയ്യുന്ന ഇത് ഞാൻ സുജാത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അതെങ്ങനെ ഇങ്ങനൊരു പേര് വളരെ കുറച്ചുള്ള പേരിലൊന്നാണ്, വളരെ കുറച്ചേ ഉള്ളൂ ആൾക്കാർക്ക്. അപ്പൊ അത് ആദ്യകാലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കെങ്കിലും പിന്നീട് ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും വളരെ ദീർഘവീക്ഷണത്തോടെ അതെങ്ങനെ ആശയമായിട്ട് വന്ന് സംഭവിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ചില പേരുകൾ ചിലർക്ക് അത് ഭാഗ്യമായിട്ട് തന്നെ വരും. അല്ല, ഈ കലാകാരനെ സംബന്ധിച്ചിടത്തോളം കലാകാരന് എവിടെ നിന്നോ ഒരു ശക്തി, സവിശേഷമായ ചില അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൽ തർക്കമില്ല. ആ ഒരു അനുഗ്രഹത്തിന്റെ പ്രത്യക്ഷമായ ഒരു അനുഭവം തന്നെയാണ് ഈ പേരിടലുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ എങ്ങനെയാണ് തിരുവാതിക്കൽ ജനിച്ച സുജാതൻ എന്ന കൊച്ചു പയ്യൻ, അച്ഛൻ ഈ രംഗത്തെ കുലപതിയാണ്, അച്ഛന്റെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു വഴികാട്ടൽ കൊണ്ട് മാത്രമാണോ ഈ രംഗത്തേക്ക് വന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇതിനകത്തോട്ട് കടന്നു വരുന്നതിൽ എന്റെ പങ്ക് വളരെ ചെറുതാണ്. കാരണം വെച്ചാൽ ഞാൻ ജനിക്കുമ്പം തൊട്ടേ അച്ഛൻ ഇത് ചെയ്യുന്ന വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ കർട്ടനൊക്കെ കെട്ടിയിട്ട് വരയ്ക്കുന്നതാണ് കണ്ടാണ് വളരെ നീന്തി നടക്കുന്ന പ്രായം തൊട്ടേ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ഞാൻ പഠിച്ച ഒരു 10-13 വയസ്സ് വരെ ഒന്നും എനിക്കിതിനോട് യാതൊരു താല്പര്യമില്ല. ഒരു സ്കൂളിലും ഒരു ഡ്രോയിങ് പോലും വരച്ചൊരു പ്രൈസ് വാങ്ങിക്കുമോ അങ്ങനെയുള്ള യാതൊരു കഴിവും തെളിയിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരാൻ തന്നെയല്ല, എന്നെ അതിനെ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അച്ഛൻ ഇതിന്റെ ഒരു ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിന്റെ അടുത്തൊന്നും എത്താൻ ഒക്കുകയില്ല എന്നുള്ള എനിക്ക് ആത്മവിശ്വാസം, എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചിരുന്ന ആളല്ല. പക്ഷെ അച്ഛന് ശേഷം ഒരു പിൻഗാമി ഞാനാണെന്ന് അച്ഛൻ മുൻകൂട്ടി തീരുമാനിക്കുകയും പക്ഷെ എന്നോട് പറഞ്ഞിട്ടൊന്നും ഉള്ളതല്ല, എന്നെ മറ്റൊന്നിലേക്കും വഴിതിരിച്ചു വിടാതെ അച്ഛന്റെ താല്പര്യം കൊണ്ട് തന്നെ ഇതിലേക്ക് ഇടപെടുത്തുകയായിരുന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛന്റെ അതായിരുന്നു ശരിയെന്ന് എനിക്കിപ്പോൾ. അതൊരു മഹാഭാഗ്യമാണ്. മകന്റെ ജനന സമയത്ത് തന്നെ ഇവൻ എല്ലാ അർത്ഥത്തിലും തന്റെ പിൻഗാമിയാകണമെന്നൊരച്ഛൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇത് തന്നെയാണ് തന്റെ ജീവനും ജീവിതവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടൊരു മകൻ ആ വഴിയിൽ കൂടി തന്നെ സഞ്ചരിക്കുന്നു. അച്ഛനെ പോലെ തന്നെ അന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ കുറവായിരുന്ന ഒരു കാലത്ത് പോലും ആർട്ടിസ്റ്റ് കേശവൻ എന്നുള്ള പേര് കേരളം മുഴുവൻ നിറഞ്ഞു നിന്നു, ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. സുജാതൻ ചേട്ടൻ അതിൽ കൂടുതൽ പ്രസിദ്ധനായി, അച്ഛനേക്കാൾ പ്രസിദ്ധനായി. അതാണ് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ശിഷ്യനും മകനും എല്ലാം തന്നേക്കാൾ വലുതാകണമെന്നാണ് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നത്. അത് സാർത്ഥകമാക്കി കൊടുക്കാൻ ശ്രീ ആർട്ടിസ്റ്റ് സുജാതന് സാധിച്ചിരിക്കുന്നു. ഒരുപാട് ബഹുമതികൾ, എണ്ണമറ്റ അംഗീകാരങ്ങൾ, ഇതെല്ലാം കൊണ്ട് അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ട സ്വീകരണ മുറിയാണ് സുജാതൻ ചേട്ടന് വീട്ടിലുള്ളത്. ആ ബഹുമതികളൊക്കെ നമുക്കൊന്ന് നേരിൽ കാണാം. ഈ സ്വീകരണമുറി നിറയെ അംഗീകാരങ്ങളുടെ അടയാളങ്ങളാണ്. എല്ലാ ഷെൽഫുകളിലും ആയിരക്കണക്കിന് ട്രോഫികൾ ഇങ്ങനെ ഇരിക്കുന്നു. ആയിരക്കണക്കിനെന്ന് സാധാരണ ആലങ്കാരികമായിട്ട് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് ഈ ഒരു വലിയ കലാകാരന്റെ ഈ സ്വീകരണ മുറിയിലാണ്. ചേട്ടാ, ശരിക്കും ഇപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ കുടുംബം ആകെ ഒരു വിശദീകരണം? കുടുംബം ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള, എനിക്ക് 2 ആൺകുട്ടികളാണ്. ഞാന് ഭാര്യ, 2 ആമക്കള്, അവർ 2 പേരും വിവാഹിതരാണ്. ഇളയാളും കുടുംബവും ബാംഗ്ലൂരാണ്. മൂത്തയാളും അവന്റെ ഒരു കുട്ടി, വൈഫും ഞങ്ങളും ഇവിടെ. അവരാരെങ്കിലും ഈ രംഗത്തേക്ക് അച്ഛനെ പോലെ? അവര് മൂത്തയാൾ തന്നെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാനുണ്ട്. പക്ഷെ അത് പെയിന്റിങ്ങിലല്ല, അവനെ ഒത്തിരി കമ്പ്യൂട്ടറിന്റെ കുറെ ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ ഇതിനു വേണ്ടി ചെയ്യണം. അതെല്ലാം അവനാ ചെയ്യുന്നത്. ചേച്ചി, ശരിക്കും ഈ കലാകാരന്റെ ഭാര്യ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ? സാധാരണ കലാകാരന്മാരെ വീട്ടിൽ കിട്ടത്തില്ല, നാട് മുഴുവൻ ശരിയാക്കാൻ നടക്കും, വീട്ടിലെ കുട്ടിയെ ഓടുമാറാൻ പോലും അവരെ കിട്ടുകയെന്നൊക്കെയാണ് ഭാര്യമാര് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? നല്ലപോലെ വീട് നോക്കുന്നുണ്ടോ? ഇല്ല, തന്നെയല്ല ഇപ്പൊ ഇവിടെ തന്നെ ഈ മറ്റേ പണിശാലയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ആയതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 35 വർഷമായി. അത് പത്രത്തിലൊന്നും കൊടുത്തില്ലേ 35-ാം വർഷത്തിൽ? അപ്പൊ ഒരു വലിയ അനുഗ്രഹമാണ്. ഇങ്ങനൊരു കലാകാരനാണ്, ഇതാണ് രംഗം എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കടന്നു വന്നത് അല്ലേ ജീവിതത്തിലേക്ക്. അത് സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ വരെ വന്നിട്ടില്ല. അത് വലിയൊരു സന്തോഷമാണ്. പല ഭാര്യമാരും പരാതി പറയുന്നത് ഭർത്താക്കന്മാരെ ഒന്നിനും കിട്ടത്തില്ല. പക്ഷെ എന്നാലും അതിപ്പോ വെറുതെ ഇങ്ങനെ പറയുന്നത്, സന്തോഷിപ്പിക്കാൻ പറഞ്ഞത്. കാരണം ഒരു വീട്ടിൽ ഒരു ഗ്രഹനാഥൻ എന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു വലിയ പരാജയം എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് പക്ഷേ വീടിന്റെ സാഹചര്യവും സംവിധാനങ്ങളും ഒന്നും കൊണ്ട് ആരും പറയില്ലല്ലോ. അല്ല, കാരണം സാധാരണ ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ ശ്രദ്ധിക്കുന്ന പോലെ മക്കളുടെ പഠിത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള നമ്മൾ ഒത്തിരി അങ്ങോട്ട് കടന്നു കയറിയൊന്നും ചെയ്യാനുള്ള സാവകാശം എനിക്ക്. അല്ല ചേട്ടാ, അപ്പൊ അവിടെ ഒരു സംശയം വരും. നമ്മള് ഏതൊരു രംഗത്തെയും സത്യമായി സമീപിച്ചാൽ റിസൾട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമെന്നാണ്. മക്കളെല്ലാം നല്ല നിലയിലായില്ലേ? അല്ല, അതുകൊണ്ട് നമുക്ക് ദോഷമുണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞ സാധാരണ ഇപ്പൊ ഇവരൊക്കെ ഒരു വീട്ടമ്മ എന്ന് പറയുന്ന ഒരാള് സങ്കല്പിക്കുന്നത് ഒരു ഭർത്താവിന് കുറെ കാര്യങ്ങൾ വീട്ടിലേക്ക് കിട്ടണമല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ ഒരു കാര്യങ്ങളും എന്താ, എനിക്ക് ഇപ്പോഴും അരിയുടെ വില അറിയാമല്ലോ, വെളിച്ചെണ്ണയുടെ വില അറിയാമല്ലോ, ഒന്നും അറിയാമല്ലോ. ആധാർ കാർഡൊക്കെ എടുത്തു. ഇപ്പൊ ഇവിടെ അച്ഛനും അമ്മയും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ ഗന്ധം ഈ മുറിയിലുണ്ട്. അച്ഛൻ കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞാൽ പെട്ടെന്ന് ചേട്ടന്റെ മനസ്സിലേക്ക് അങ്ങനെ വരുന്നത് ആരാണ്? അർജുനൻ മാഷ്. ഇപ്പോഴും ഉള്ള അർജുനൻ മാഷ്. അദ്ദേഹവുമായിട്ട് ഒരുപാട് വലിയ ബന്ധമാണ്. നാടകത്തിൽ കൂടെ അർജുനൻ മാഷ് ആദ്യം ഇവിടെ വരുന്നത് ദേവരാജൻ സാറ്, അർജുനൻ മാഷ്, ആർ കെ ശേഖർ, ഇവര് 3 പേരും കൂടെ 1962 ഇവിടെ ഒരു നാടക ക്യാമ്പ്
കോട്ടയത്തുനിന്ന് രൂപീകരിച്ചൊരു നാടക സംഘത്തിന്റെ ക്യാമ്പ് നമ്മുടെ ഇവിടെ 16 ആയിരുന്നു. അപ്പൊ അതിന് സംഗീതം ചെയ്യാനായിട്ട് ഇവർ 3 പേരും കൂടിയാണ് വരുന്നത്. പണ്ട് KPSC-യിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോട്ടയം ശ്രീനിയാണ് അതിന്റെ സംഘാടകൻ. അപ്പൊ അങ്ങനെ ദേവരാജ സാറും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിലാണ് അവര് തന്നെ വരുന്നത്. അങ്ങനെയാണ് അർജുനൻ മാഷ് ആദ്യം വീട്ടിൽ വരുന്നത്. പിന്നെ അച്ഛനും ആയിട്ട് ഉള്ള ഒരു വലിയ ബന്ധമായിരുന്നു. അത് ഇപ്പോഴും ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നത് അർജുനൻ മാഷ്. ശ്രീ തോപ്പിൽ കൃഷ്ണപിള്ളയുടെ പുസ്തകത്തിലൊക്കെ താങ്കൾ ആദ്യമായിട്ട് KPSC ചെന്നതും അതെന്തോ ഒരു പുരാണവും അങ്ങനെ എന്തോ ഒരു നാടകവുമായി ബന്ധപ്പെട്ട് അതാണ് ആദ്യമായിട്ട് അവിടെ ഒരു വർക്ക് ചെയ്ത് കൊടുത്തതെന്നൊക്കെ ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. മൃച്ഛകടിക അസംസ്കൃത നാടകം. അപ്പോൾ ഒരുപാട് തോപ്പിൽ കൃഷ്ണപിള്ള അങ്ങനെയൊക്കെയുള്ള എല്ലാവരുമായും ഒരുപാട് അടുത്ത ബന്ധമല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. തോപ്പിൽ ബാസി സാറുമായിട്ട് കാരണം എന്നെ സംബന്ധിച്ചുള്ള ഞാനിപ്പോഴും ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് ഒരു കലാരംഗത്ത്, പ്രത്യേകിച്ച് നാടകരംഗത്ത് ഇടപെട്ട ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ കഴിഞ്ഞു പോയ കാലത്ത് നമ്മുടെ നാടകാചാര്യന്മാര് ഒരു 4-5 തലമുറയിൽപ്പെട്ട നാടക പ്രവർത്തകര്, അത് നടന്മാരാകാം, സംവിധായകര്, നാടകത്തുകളെല്ലാം എല്ലാ കാറ്റഗറിയിലും പെട്ടവരുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഒരു വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിക്കാനും, കാരണം ഒരിക്കലും എനിക്കറിയാവുന്ന ഒരു ശത്രുക്കളും എനിക്കില്ല. ഒരാളെ ഒരു ശത്രു ആക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഇവരോടെല്ലാം എന്നമ്പിള്ള സാറായാലും തോപ്പിൽ ബാസി സാറായാലും KT, SL പൂരം, PG ആന്റണി, ഇങ്ങനെ തുടങ്ങി ഇവരെ ആയിട്ടില്ല ഇവരുടെ എല്ലാ നാടകങ്ങൾക്ക് ഈ സെറ്റ് ഒരുക്കി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പം അവരോടെല്ലാം ആദ്യമായിട്ട് എന്നെ ബാസാറൊക്കെ ഈ പറയുന്ന KPSC ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അച്ഛന്റെ സഹായിയായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ അന്നേരം മുതൽ അവർക്കെല്ലാം എന്നെ ഒരു മകനെന്നുള്ള ഒരു പരിഗണന എനിക്ക് കിട്ടുമായിരുന്നു. വരുന്നതല്ല അതാണ് എന്നെ ശരിക്കും ഇവിടെ അത്തരം അച്ഛൻ ഒരുക്കി തന്നൊരു പാത വലിയ വിശാലമായിരുന്നു. അപ്പൊ എനിക്ക് കടന്ന് കയറാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ഇവരിൽ നിന്നെല്ലാം ഒരു നല്ല സ്നേഹമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളെല്ലാം ഈ നാടകാചാര്യന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അനമ്പിള്ള സാറിന്റെ എന്നൊക്കെ വലിയ വലിയ അഭിനന്ദനങ്ങളൊക്കെ, അതൊക്കെ ഏറ്റവും വലിയ അവാർഡുകളായിട്ട് പരിഗണിക്കുന്ന അഭിനന്ദനങ്ങൾ അവരൊക്കെ തന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന അവാർഡുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നൊരു ചോദ്യം ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, എങ്കിലും എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സമ്മാനത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റുമോ? അത് ഞാനിപ്പോ പറഞ്ഞ എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന മൊമെന്റോകളോ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ ഉപരി എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ചില അഭിനന്ദന വാക്കുകളുണ്ട്. അതെനിക്ക് എന്നമ്പിള്ള സാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പാൽ സാറിന്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഈ ഇവരിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും അതുപോലെ തന്നെ ചാച്ച് പഞ്ചായത്തും ഗീതായാലും. അപ്പൊ ഞാനൊരു വല്ലാത്ത ഇതിനകത്ത് ഇടപെട്ട് ഈ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ, എനിക്ക് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള അതിന് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ആ അഭിനന്ദന വാക്കുകളാണ് ഞാൻ ഏറ്റവും വലിയ അവാർഡായിട്ട് കാണുന്നത്. ചേട്ടാ, ഇതിപ്പോ ഒരു സിനിമാ പാട്ടെഴുത്തുകാരനോട് ഡയറക്ടർ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ചേട്ടൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നൃത്തം അല്ലെങ്കിൽ നൃത്തനാടകം, നാടകം, എങ്ങനെയാണ് ഈ രംഗപടം ഉണ്ടാവുന്നത്? ശരിക്കും ഒരു നാടകത്തിന്റെ മറ്റെല്ലാ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പോലെ തന്നെ ഒരു നാടകം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കും. ഒരു പൂർണ്ണമായി എഴുതപ്പെട്ട ഒരു കൃതി ഉണ്ടെങ്കിൽ അത് വായിച്ചിരിക്കണം, നിർബന്ധമാണ്. അത് ഒരു നാടകമായിട്ട് അതിന് പങ്കെടുക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് ആ നാടകത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ നടന്നിട്ടുള്ളത് പൂർണ്ണമായിട്ട് എഴുതിയ ഒരു കൃതി വെച്ചിട്ടാണ് നാടകം തുടങ്ങുന്നത്. അല്ലെങ്കിൽ അവരൊരു പെന്നമ്പിള്ള സാറൊക്കെ ആകുമ്പോൾ ഒരു പകുതി ആകുമ്പോൾ റിഹേഴ്സ് തുടങ്ങും. പക്ഷെ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് തരും. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എഴുതി വെക്കും. ഒരു നാടക കൃതിയുടെ ആദ്യത്തെ പേജ് തന്നെ അതിന്റെ രംഗ പശ്ചാത്തല വിവരണം. പണ്ടൊക്കെ അത് ഒറ്റ സെറ്റിലൊക്കെ ആയിരുന്നു, പിന്നെ 2 ഇപ്പം 10-12 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ എഴുതി തരുന്ന കുറിപ്പ് നമ്മളെ തരികയും ആ കുറിപ്പ് വെച്ചിട്ട് ഈ രംഗത്തിനൊരു പരിമിതികളുണ്ട് നമ്മുടെ രംഗവേദിക്ക്. പ്രത്യേകിച്ച് ഇതൊരു ടൂറിംഗ് നാടകവേദിയല്ലേ. ഇന്ന് ഇവിടുന്ന് പൊളിച്ച് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് വണ്ടിയൊക്കെ കാരണം ഒരു ചെറിയ വണ്ടിയെ കൊണ്ടുപോകണം, ഡബിൾ പ്രോഗ്രാം പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്ത് കൊണ്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഒത്തിരി ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ച് ബോധവാനാകണം. ഇത് സംവിധായകനോ നാടക രചയിതാവോ അറിയേണ്ട കാര്യമല്ല.
അപ്പം ഈ ഒരു പരിമിതമായ സ്റ്റേജിന്റെ സൗകര്യം വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു ഡിസൈൻ ഉണ്ടാക്കുകയും അത് സംവിധായകനെ കാണിച്ചിട്ട് സംവിധായകന്റേതായ എന്തെങ്കിലും രംഗപ്രയോഗത്തിന് വേണ്ട സൗകര്യങ്ങൾ വേണമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ സെറ്റിലേക്ക് ഇത് രൂപപ്പെടുത്തുന്നത്. ഞാൻ ഓർക്കുന്നു KPSCയുടെ ജീവപര്യന്തം എന്ന നാടകം അന്തോൺ ചക്കോവിന്റെ നാടകമാക്കിയത്. അതിനകത്ത് ഒരു വീട് പെട്ടെന്ന് ഒരു ജയിൽ മുറിയായി മാറുകയാണ്. അപ്പൊ അതിന്റെ ജനലിന്റെ സ്ഥാനം മാറുന്നു. ജനലിന്റെ സ്ഥാനം മാറിയപ്പോഴത്തേക്ക് അതൊക്കെ അത് KT മുഹമ്മദിന്റെ നാടകം. അതിനകത്ത് അതും വീട് ജയിൽമുറി ആവുന്നുള്ളതല്ല, ആ ജയിൽമുറി തന്നെ ആദ്യം പ്രേക്ഷകൻ രംഗവേദി ആക്ടിങ് ചെയ്യുന്നത് ജയിൽമുറി കാണുന്നത് ആക്ടിങ് ഏരിയ. അടുത്ത സെക്കൻഡിൽ തന്നെ ജയിൽ പുള്ളി അകത്താകുകയാണ്. ഇത് ജയിലിന് പുറമെ ജനലിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ജനലിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെളി കിളിവാതിലുള്ളത് വശം തിരിയും. അത് നേരെ ഇടത്ത് വശത്ത് വരണം. അതെ, കറങ്ങി തിരിഞ്ഞു. നൂറുകണക്കിന് സമിതികൾ, നൂറുകണക്കിന് നാടകങ്ങൾ, വ്യത്യസ്തങ്ങളായ രംഗവേദികൾ, ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങേക്ക് തന്നെ ഇത് വരച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ സാങ്കേതികത ഉപയോഗിച്ച് ഇത് നിർമ്മിച്ചെടുക്കാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റയ്ക്ക് പറ്റില്ല. കാരണം ഇത്രയും സമിതികൾക്ക് അപ്പൊ തീർച്ചയായിട്ടും ഇതിന് വലിയ പണിശാല ഉണ്ടാവും. തീർച്ചയായും ഇതിന് അങ്ങേക്ക് സഹായികളും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇതൊരു വല്ലാത്ത പ്രോസസ്സാണ്. കാരണം ഇതിന് ഒത്തിരി പേരുടെ സപ്പോർട്ട് ഇതിന് വേണം. അപ്പൊ അത് ഇവിടെ ഒരു കാർപ്പന്റർ തൊട്ട് തുടങ്ങി പിന്നെ കുറെ വേറെ 2-3 ടെക്നിക്കൽ സ്റ്റാഫുണ്ട്, ഒരു ടൈലർ വേണം, അങ്ങനെ ഒത്തിരി, പിന്നെ പെയിന്റർമാര് വേണം. അതൊക്കെ അവരെല്ലാം അതിനുള്ള വർക്ക്ഷോപ്പ് അപ്പുറത്ത് വേറെ വേണം. അപ്പൊ ആ വർക്ക്ഷോപ്പിൽ ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക മന്ദിരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നത്. ആ വർക്ക്ഷോപ്പില് കൂടുതൽ കാഴ്ചകളിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ കാഴ്ചകൾ കണ്ട് അതിന്റെ ടെക്നോളജി ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി പേരുടെ സഹായം വേണ്ട ഒരു വർക്കായത്. ഒത്തിരി പേര് ഒരുക്കൽ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടൊരു കാർപ്പൻറ്ററുടെ വർക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ തടി കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമിൽ തുണികളൊക്കെ പിടിപ്പിച്ചിട്ടാണ് ഇത് പെയിന്റിങ്ങിലേക്ക് വരുന്നത്. പെയിന്റിങ്ങിന് കൊണ്ടിരുന്ന സ്ഥലമാണിത്. ഈ ഓഡിറ്റോറിയം വെച്ചിട്ടാണ് ഇത് നമ്മൾ സ്റ്റേജിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് പെയിന്റ് ചെയ്യാൻ. കർട്ടൻസ് ആണെങ്കിൽ കെട്ടി തൂക്കിയിട്ടിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്, വെറും സീൻ കർട്ടനാണെങ്കിൽ. അപ്പം ഇതിനെല്ലാം ഇവിടെ തന്നെ ഒരു 4-5 സഹായികളുണ്ട്. ചേട്ടൻ ആദ്യം ഇതിന് ഡിസൈൻ വരയ്ക്കുകയാണ്. ആദ്യം നമ്മൾ സ്കെച്ച് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കളർ വെക്കുന്നത്. അത് ഇപ്പൊ ഈ വരയ്ക്കുന്ന സൈസ് ഇതൊരു ബാലയ്ക്കുള്ള കൊട്ടാരത്തിന്റെ സെറ്റാണ്. ഇതിനൊക്കെ ഇത് ശരിക്കും ഇത് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ സാധനം ആദ്യം സ്കെച്ച് ചെയ്യണം. അതിന്റെ വ്യക്തമായിട്ട് അല്ല ഈ സ്ക്രീനെ ഓൾറെഡി അന്നേരം കളറും അവിടെ തീരുമാനിക്കും. അത് തന്നെ, അത് സഹായികൾ അത് കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവരത് ചെയ്യും. ഒരു ഔട്ട്ഡോർ സീനാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരു ഔട്ട്ഡോർ സീനാണ് വരയ്ക്കുന്നത്. അതിന് സ്കെച്ച് ഒന്നും ചെയ്യേണ്ട, വെറുതെ നമ്മൾ അങ്ങോട്ട് വരച്ചങ്ങ് പോകുള്ളൂ. സീനറി മറ്റേ ഇന്റീരിയറൊക്കെ വരുമ്പോൾ കൊട്ടാരം അതുപോലുള്ള അകങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് സ്കെച്ച് ചെയ്ത് ഒത്തിരി സമയം എടുക്കും അതൊക്കെ. അപ്പം അപ്പം ഇത് ഫുൾ സെറ്റ് ചെയ്ത് തന്നെ വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അച്ഛന്റെ പേരിൽ ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക കലാമന്ദിരമാണ്. ഈ സ്റ്റേജിലാണ് ഈ സംവിധാനം എല്ലാം വെച്ചുകൊണ്ടുള്ള ആദ്യ അവതരണം നടക്കുന്നത്. തീർച്ചയായിട്ടും. ഇവിടെ പിന്നെ റിഹേഴ്സലുണ്ട്. ചിലപ്പോൾ അവര് തുടക്കം തൊട്ട് വന്നിട്ട് ഒരു 20 ദിവസം കൊണ്ട് തീരുന്ന റിഹേഴ്സലും ലാസ്റ്റ് ദിവസം ഇവിടെ ഫൈനൽ കളിച്ചിട്ട് പുറത്തേക്ക് പോകും. അങ്ങനത്തെ രംഗാവതരണങ്ങൾ ഇവിടെ നടക്കും. അപ്പോ രംഗപടത്തിന്റെ ചിന്ത, രംഗപടത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ, രംഗപടത്തിന്റെ ശരിയായ യോജിപ്പ്, ആ രംഗപടത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായുള്ള അവതരണം, ഇതെല്ലാം അരങ്ങേറുന്നത് ഈ ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക കലാമന്ദിരത്തിലാണ്. അച്ഛൻ തുടങ്ങിവെച്ച ആ അന്യൂന്യമായ, യാതൊരു തരത്തിലും ഒരു പിഴവും ആർക്കും കണ്ടെത്താനാവാത്ത അന്യൂനമായ ആ കലാ പാടവം, അത് മകൻ അനിതര സാധാരണമായ തന്നെ വൈഭവത്തിലൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ബഹുമതികളുടെ പെരുമഴയിൽ കുളിച്ചു നിൽക്കാനോ ഒന്നുമല്ല ചേട്ടൻ ആഗ്രഹിക്കുന്നത്. കലയെ മനസ്സിൽ വെച്ചുകൊണ്ട്
തന്നെ എന്തിനു വേണ്ടി കലാകാരന്മാർ സമീപിക്കുന്നുവോ അത് സാധിച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ അച്ഛന്റെ പേരിന് ഒരു കളങ്കവും ചാർത്താതെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അറിഞ്ഞും അറിയാതെയും ഒരു ശത്രുവുമില്ല. യഥാർത്ഥ കലാകാരന് ശത്രുക്കൾ ഉണ്ടാവില്ല. അവന്റെ മനസ്സ് ആർദ്രമാണ്, ദയ നിറഞ്ഞതാണ്. അവിടെ മാത്രമേ കലാസൃഷ്ടികൾ ഉണ്ടാവുകയുമുള്ളൂ. ചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് കുറഞ്ഞ സമയത്തിനുള്ളിലാണെങ്കിലും പറഞ്ഞു തന്നു. ഒരു രംഗപടം ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ അറിവാണ്. വെറുതെ ഒരു വര എന്നതിനപ്പുറം ഇത്രയുമെല്ലാം ഒരു ശ്രമം അതിന്റെ പിന്നിലുണ്ടെന്നുള്ളത്, പിന്നെ ഇത്രയുമെല്ലാം ബഹുമതികൾക്ക് അർഹനായി ഇപ്പോഴും ഇത്ര ലാളിത്യമാർന്ന ജീവിത രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങേക്ക് എളിയ കലാപ്രവർത്തകരായ ഞങ്ങളുടെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു.